ഹേയ് നമസ്കാരം. ഈ വീക്കെൻഡിൽ എവിടെ പോകുമെന്ന് ഓർത്ത് ബോറടിച്ചിരുന്നപ്പോൾ കുറേ തപ്പിയിട്ട് കണ്ടുപിടിച്ചൊരു സ്ഥലമാണ് അൽ ജാദി കൺട്രി റിസോർട്ട് റിയാദ്. പതിവ് പോലെ തന്നെ നമ്മുടെ സെയിം കൂട്ടുകാരുടെ കൂടെയാണ് നമ്മൾ ഈ പ്രാവശ്യവും പോകുന്നത്. റിയാദ് സിറ്റിയിൽ നിന്ന് ഏകദേശം 100 കിലോമീറ്ററും ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് ഏകദേശം 75 കിലോമീറ്ററുമാണ് ഈ റിസോർട്ടിലേക്കുള്ളത്. ഇവിടുത്തെ 75 കിലോമീറ്റർ കവർ ചെയ്യാൻ വെറും 50 മിനിറ്റ് താഴെ മതി. നിങ്ങൾ ഒത്തിരി ആളുകൾ ഇവിടെ ഓൾറെഡി വന്നിട്ടുണ്ടാവും, എന്നാലും ഞങ്ങളുടെ വീഡിയോയിലൂടെ ഒന്നുകൂടി കാണാം. വിജനമായ നീണ്ടു കിടക്കുന്ന ചുറ്റും മലനിരകളുള്ള വഴികളിലൂടെ മുമ്പോട്ട് പോകുമ്പോൾ അങ്ങകലെ നമുക്ക് കുറേ പച്ചപ്പ് കാണാം. അതാണ് നമ്മൾക്ക് പോകേണ്ട റിസോർട്ട്. അത്യാവശ്യത്തിലധികം കാർ പാർക്കിംഗ് സൗകര്യം നിങ്ങൾക്കിവിടെ കിട്ടും. വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കും ഉണ്ടായിരുന്നു. അറേബ്യൻ രാജ്യങ്ങളിലെ പതിവ് കാഴ്ചകളിൽ നിന്ന് വ്യത്യസ്തമായി പച്ചപ്പ് നിറഞ്ഞ ഒരു മനോഹരമായ റിസോർട്ട്. വണ്ടി പാർക്ക് ചെയ്ത് പുറത്തിറങ്ങി നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും പുറത്തെ കാഴ്ചകൾ ഇങ്ങനെയാണെങ്കിൽ ഉള്ളിലത്തെ കാഴ്ചകൾ എത്ര മനോഹരമായിരിക്കുമെന്ന്. വീക്കെൻഡ്സിൽ വൈകിട്ട് 2 മണി മുതൽ രാത്രി 2 മണി വരെയാണ് ഇതിൻ്റെ പ്രവർത്തന സമയം. ചുറ്റും ചെടികളും മരങ്ങൾ കൊണ്ടും ഉണ്ടാക്കിയിരിക്കുന്ന ഈ കാണുന്നതാണ് ഇതിൻ്റെ പ്രവേശന കവാടം. ഇതിലൂടെ മുൻപോട്ട് പോകുമ്പോൾ തന്നെ നമുക്ക് ടിക്കറ്റ് എടുക്കാനുള്ള കൗണ്ടറും കാണാൻ പറ്റും. 10 വയസ്സിൽ താഴെയുള്ളവർക്ക് ഇവിടെ പ്രവേശനം സൗജന്യമാണ്. വലിയവർക്ക് ഇവിടെ ഒരാൾക്ക് 50 റിയാലാണ് ചാർജ് ചെയ്യുന്നത്. നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യുന്നത് കാർഡിലാണെങ്കിൽ കുറച്ച് പൈസ കൂടാനും ചാൻസ് ഉണ്ട്. ടിക്കറ്റ് നിങ്ങൾക്ക് വിളിച്ച് ബുക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് എടുക്കുകയും ചെയ്യാം. ഇവിടുത്തെ കോൺടാക്റ്റ് നമ്പറും ലൊക്കേഷനും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ടിക്കറ്റ് എടുത്ത് മുൻപോട്ട് ചെല്ലുമ്പോൾ കുറേ കുഞ്ഞു വെള്ളച്ചാട്ടങ്ങളും ചുറ്റും പച്ചപ്പ് നിറഞ്ഞ അതിമനോഹരമായ കാഴ്ചകളാണ് നമ്മൾ വെൽക്കം ചെയ്യുന്നത്. മരുഭൂമിയിലെ മണലാരണ്യത്തിൻ്റെ നടുവിൽ മനോഹരമായി ഉണ്ടാക്കിയിരിക്കുന്ന പച്ചപ്പ് നിറഞ്ഞ ഒരു സുന്ദരമായ റിസോർട്ട്. കിളികളുടെയും വെള്ളത്തിൻ്റെയും സൗണ്ടുകൾ കേട്ട് ഈ പച്ചപ്പ് നിറഞ്ഞ കാഴ്ചകളും കണ്ട് ഇങ്ങനെ മുമ്പോട്ട് നടന്നു. മരങ്ങൾ കൊണ്ടുണ്ടാക്കിയിരുന്ന മനോഹരമായ പാലങ്ങൾ, ഇരിപ്പിടങ്ങൾ, വെള്ളച്ചാട്ടങ്ങൾ, അങ്ങനെ കണ്ണിനും മനസ്സിനും കുളിർമയേകുന്ന ഒത്തിരി കാഴ്ചകളാണ് നമുക്ക് വേണ്ടി അവർ ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ റിസോർട്ടിൽ നിങ്ങൾക്ക് ഒരു ദിവസം താമസിക്കാനുള്ള സൗകര്യങ്ങളുമുണ്ട്. കുറേ റൂമുകളുമുണ്ട്. ഈ കാണുന്ന പോലെ മനോഹരമായ മരങ്ങൾ കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന മുറികൾ. സത്യത്തിൽ നമ്മൾ ആരെയും അത്ഭുതപ്പെടുത്തുന്ന രീതിയിലാണ് ഇവിടുത്തെ ഓരോ ഭാഗവും ഉണ്ടാക്കി വച്ചിരിക്കുന്നത്. നിങ്ങൾ ഫാമിലിയായിട്ടും ഫ്രണ്ട്സായിട്ടും ജോലി ചെയ്യുന്നിടത്തു നിന്നാണെങ്കിലും എങ്ങനെ വേണമെങ്കിലും വരാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഈ റിസോർട്ട്. ഇത് കണ്ടില്ലേ, ഇതുപോലെ മരത്തിലും ചകിരിയിലും ചെടിയിലും ഉണ്ടാക്കി വച്ചിരിക്കുന്ന ഒത്തിരി മനോഹരമായ കാഴ്ചകളാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത്. ഒത്തിരിയേറെ ഫോട്ടോജനിക്കായ രീതിയിലാണ് ഇവിടെ എല്ലാം തന്നെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇവിടുന്ന് തിരിച്ചു പോകുമ്പോൾ അത്രയേറെ മെമ്മറീസ് ആയിട്ടായിരിക്കും ഇവിടുന്ന് പോകുക. ഇവിടെ നോക്കൂ, എത്ര മനോഹരമായിട്ടാണ് ഇവരുടെ അടുത്തൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. ജോലിയുടെ തിരക്കിൽ നിന്നൊക്കെ ഫാമിലിയായിട്ട് ഒരു ദിവസം വന്നിരിക്കാൻ പറ്റിയ ഒരു മനോഹരമായ സ്ഥലമാണ് ഈ കാണുന്നത്. അങ്ങനെ കുറച്ചു നേരം ഇരുന്ന് മുമ്പോട്ട് നടന്നപ്പോൾ കണ്ട കാഴ്ചകളാണ് ഇനി കാണുന്നത്. ഹെറിറ്റേജ് കഫേ. സൗദിയുടെ പഴയകാല കുറേ ഉപകരണങ്ങളും കുറേ കുഞ്ഞു മൃഗങ്ങളുടെ സ്കൾപ്ചേഴ്സും എല്ലാമുള്ള ഒരു ചെറിയ ഹാള് പോലത്തെ ഒരു കുഞ്ഞുമുറി. ചെറിയ വരയനാടിൻ്റെയും ചെമ്മരിയാടിൻ്റെയും മുള്ളൻ പന്നിയുടെയും അങ്ങനെ കുറച്ച് കുഞ്ഞു മൃഗങ്ങളുടെ ഒറിജിനലിനെ വെല്ലുന്ന സ്കൾപ്ചേഴ്സ്. നിങ്ങളുടെ വീട്ടിൽ കുട്ടികളുണ്ടെങ്കിൽ ആകാംക്ഷയും അത്ഭുതവും അവർക്കുണ്ടാക്കുന്ന കാഴ്ചകളാണ് ഇതിൻ്റെ ഉള്ളിലുള്ളതെന്ന് 100% ഉറപ്പാണ്. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോഴാണ് ഞങ്ങൾ ആ കാഴ്ച കണ്ടത്. അതെ, മൾബറി. എവിടെ നോക്കിയാലും പഴുത്ത് കിടക്കുന്ന, ആർക്കും വേണ്ടാതെ കിടക്കുന്ന ഒത്തിരി മൾബറി ചെടികൾ. ഞങ്ങൾ ആവശ്യത്തിൽ കൂടുതൽ അവിടെ നിന്ന് പറിച്ച് കഴിക്കുകയും ചെയ്തു. ഇവിടുന്ന് മൾബറിയൊക്കെ പറിച്ച് മുൻപോട്ട് നടന്നപ്പോഴാണ് അസാൻ അവൻ്റെ കൂടെ പഠിക്കുന്ന ഫ്രണ്ട്സിനെ സർപ്രൈസായിട്ട് ഇവിടെ വെച്ച് മീറ്റ് ചെയ്തത്. ഒരു മലയാളി ഫാമിലി. കൂട്ടുകാരെ കിട്ടുമ്പോഴുള്ള സന്തോഷം പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ലല്ലോ.
അത് അവൻ്റെ മുഖത്തുനിന്ന് ഇങ്ങനെ വായിച്ചെടുക്കാൻ പറ്റുമായിരുന്നു. ഈ കാണുന്നത് ആ ഫാമിലി എടുത്തിരുന്ന ഒരു മുറിയാണ് കേട്ടോ ഈ റിസോർട്ടിൻ്റെ ഉള്ളിലുള്ളത്. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് പുറത്തുനിന്ന് ഫുഡ് കൊണ്ടുവരാം, ഫാമിലിയായിട്ട് എല്ലാവർക്കും കൂടി ഒന്നിച്ചിരുന്ന് കഴിക്കാം, സന്തോഷമായിട്ട് കുട്ടികൾക്ക് കളിച്ച് നടക്കാം. ഇതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെയുണ്ട്. അവിടെ നിന്നൊരു പായസവും കുടിച്ച് അവരോട് ബൈയും പറഞ്ഞ് വീണ്ടും കാഴ്ചകൾ കണ്ടുകൊണ്ട് മുൻപോട്ട് നടന്നു. മുൻപോട്ടിനി പോകുമ്പോൾ ഇവിടുത്തെ റെസ്റ്റോറൻറ്റും ബേർഡ് പാർക്കും ഒരു കുഞ്ഞു സൂവും എല്ലാം നമുക്ക് കാണാൻ പറ്റും. ആ വിശേഷങ്ങൾ ഇതാ വരുന്നു. ഒരു ചെറിയ ചാറ്റൽ മഴയും ചെറിയ കോടമഞ്ഞും കൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് മനസ്സ് ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചു പോയി. ഇത് നോക്കിക്കേ, ഒരു സിംഹമാണ് നിൽക്കുന്നത്. ശരിക്കും ഒറിജിനലിനെ വെല്ലുന്ന രീതിയിൽ ഉണ്ടാക്കിയിരിക്കുന്നു. അടുത്തത് ബേർഡ്സ് ഗാർഡനാണ്. ഒത്തിരി എക്സ്പെക്റ്റേഷൻ ഉള്ളതുകൊണ്ടായിരിക്കും ചെറിയൊരു നിരാശ എനിക്ക് തോന്നി. നമ്മുടെ നാട്ടിൽ കാണുന്ന താറാവും കോഴിയും പ്രാവുമായിരുന്നു ഇവിടുത്തെ കാഴ്ച. മുൻപോട്ട് വേഗം നടന്നപ്പോൾ കണ്ട കാഴ്ചയാണ് കുട്ടികൾക്ക് ഒത്തിരി ഇഷ്ടപ്പെടുന്ന സൈബീരിയൻ ഹസ്കി. പട്ടികളിൽ തന്നെ ഒത്തിരി വില കൂടിയ ഒരു നായയാണ് സൈബീരിയൻ ഹസ്കി. കാഴ്ചകൾ കണ്ടു മുൻപോട്ട് നടന്നപ്പോൾ കണ്ടതാണ് ഇതെല്ലാം. ഒറിജിനലിനെ വെല്ലുന്ന രീതിയിലെ രൂപങ്ങളാണ് ഇവിടെ കാണുന്നത്. അവിടെ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ കണ്ട കാഴ്ചയാണിത്. 2 ആൺമയിലുകൾ കാലുകൾ കെട്ടിയിട്ടിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ അടുത്ത് നിന്ന് പോയി ഫോട്ടോ എടുക്കാം. കുട്ടികളും വലിയവരും എല്ലാവരും ഭയങ്കര എക്സൈറ്റോട് കൂടി ചുറ്റും നടന്ന് ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു. ഇതൊന്നും മാത്രമല്ല, ഇവർക്ക് ഇതിൻ്റെ ഉള്ളിൽ ഒരു കുഞ്ഞ് റെസ്റ്റോറൻറ്റ് കൂടിയുണ്ട് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ ഹുക്ക, സീഷ, ഷവർമ, കോഫി, ജ്യൂസ് അങ്ങനെയുള്ള സകല സാധനങ്ങളും അവൈലബിൾ ആണ്. ഇവിടുത്തെ നാച്ചുറലായിട്ടുള്ള ഭംഗി ഒട്ടും ചോരാതെയാണ് ഇതിൻ്റെ ഉള്ളിലെ റെസ്റ്റോറൻറ്റുകളും സകല നിർമ്മിതികളും ഇവരുണ്ടാക്കിയിരിക്കുന്നത്. ഞങ്ങൾ പോയപ്പോഴുള്ള ഇവിടുത്തെ റെസ്റ്റോറൻറ്റിൻ്റെ ഫുഡിൻ്റെ മെനു ഞാൻ ചെറുതായിട്ട് ഇവിടെ ഒന്ന് കൊടുത്തേക്കാം. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒന്ന് നോക്കിയിട്ട് പോയിക്കോളൂ. ഈ റിസോർട്ടിൻ്റെ ഒരറ്റത്തായിട്ടുള്ളതാണ് ഈ കാണുന്ന കുഞ്ഞി പാർക്ക്. കുട്ടികൾക്ക് ഇവിടെ കളിക്കാം, രക്ഷിതാക്കൾക്ക് ചുറ്റും ഇരിക്കാനുള്ള ഇരിപ്പിടങ്ങളും ഉണ്ട്. ഒരു കുട്ടിക്ക് 10 റിയാൽ വെച്ച് എക്സ്ട്രാ കൊടുക്കണം, ടൈം ലിമിറ്റ് ഇല്ല കേട്ടോ. ഇനിയാണ് ഇവിടുത്തെ ചെറിയ ഒരു കുഞ്ഞു മൃഗശാല ഉള്ളത്. വളരെ കുറച്ച് മൃഗങ്ങളുള്ള പക്ഷെ വളരെ ഭംഗിയായിട്ട് ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ഒരു സ്ഥലം. പലതരത്തിലുള്ള നമ്മളിതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ആടുകളും കുഞ്ഞു 2 മാനുകളും പിന്നെ ഒട്ടക പക്ഷിയും അങ്ങനെ കുഞ്ഞു 2-3 മൃഗങ്ങളുള്ളതാണ് ഈ മൃഗശാല. കുറച്ച് പേടിയോട് കൂടിയാണെങ്കിലും മുമ്പിൽ നിന്ന് പുല്ല് പറിച്ച് നമുക്ക് ഒട്ടക പക്ഷികൾക്ക് കൊടുക്കുന്നത് ഒരു പ്രത്യേക അനുഭവമാണ്. ഈ വീഡിയോ കാണുന്ന നിങ്ങൾ റിയാദിലുള്ളവരോ റിയാദിലേക്ക് വരാൻ പ്ലാൻ ചെയ്യുന്നവരോ ആണെങ്കിൽ ഉറപ്പായിട്ടും ഫാമിലിയായിട്ട് പോയിരിക്കേണ്ട ഒരു സ്ഥലമാണ് അൽ ജാദി കൺട്രി റിസോർട്ട്. ഇപ്പോൾ കുറച്ച് നേരം അതിലൂടെ കറങ്ങിയും ഫോട്ടോ എടുത്ത് നടന്നതിന് ശേഷം രാത്രി 7:30 കൂടിയാണ് ഞങ്ങൾ തിരിച്ചു പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇനിയും ഇതുപോലത്തെ നാട്ടിലെയും സൗദിയിലെയും വീഡിയോസ് കാണാൻ ഞങ്ങളുടെ ഈ കുഞ്ഞി ചാനൽ എല്ലാവർക്കും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ അപ്പോൾ ഒട്ടും മറക്കാണ്ടും ഇരിക്കുക. അപ്പോൾ വീണ്ടും കാണുന്നവരെ ബൈ ബൈ.